ക്ലാസ്സിൽ പറഞ്ഞത്, നല്ല ഇടയൻ ആകുന്ന ഈശോ നമ്മെ നിത്യതയിൽ ഒരു കുറവുമില്ലാത്തവരാക്കി മാറ്റാൻ വേണ്ടി നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിത്യതയിൽ നമുക്കൊരു കുറവുമില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ ചില കുറവുകൾ ദൈവം അനുവദിച്ചു തരുന്നത്. സ്നേഹപൂർവം അച്ഛൻ ആവർത്തിക്കട്ടെ, നമുക്ക് നിത്യതയിൽ ഒരു കുറവുമില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ ചില കുറവുകൾ ഈശോ നമുക്ക് അനുവദിച്ചു തരുന്നത്. കൈയടിച്ച് നന്ദി പറയാം. അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ നിരന്തരമായ രോഗപീഠകളായിരുന്നു. എന്തിനു വേണ്ടിയാണ്? നിത്യതയിൽ അവൾക്ക് കുറവില്ലാതിരിക്കാൻ. അവൾ നിത്യതയിലിരുന്ന് നമുക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോ ആ മധ്യസ്ഥത്തിൽ ശക്തിക്ക് കുറവില്ലാതിരിക്കാൻ വേണ്ടി ഈശോ അമ്മ ത്രേസ്യയെ രോഗത്തിന്റെ വഴികളിലൂടെ നടത്തിക്കൊണ്ടുപോയി. അമ്മ ത്രേസ്യ എഴുതിയതുപോലെ രോഗമില്ലാത്തൊരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായതായി എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഈ ഭൂമിയിൽ അമ്മ ത്രേസ്യക്ക് കുറവുണ്ടായത് നിത്യതയിൽ കുറവില്ലാതിരിക്കാൻ വേണ്ടിയാണ്. അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തിനെങ്കിലും കുറവുണ്ടെങ്കിൽ, എന്തിനെങ്കിലും കുറവുണ്ടോ? കുറവുണ്ടോ? ഉണ്ട്, പലതിനും കുറവുണ്ട്. ആ കുറവുകളെ ഇങ്ങനെ കാണാൻ പഠിക്കണം. ഈ കുറവിനെ എന്റെ ദൈവം എനിക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത്, എന്റെ നല്ല ഇടയനായ ദൈവം എനിക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത് നിത്യതയിൽ എനിക്ക് കുറവില്ലാതിരിക്കാൻ വേണ്ടിയാണ്. ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ. എത്രമാത്രം ആശ്വാസം തരുന്നൊരു ചിന്തയാണ് പ്രിയപ്പെട്ടവരെ.